CPM-ന്റെ സംസ്ഥാന സമ്മേളനമൊക്കെ കഴിഞ്ഞതിനു ശേഷം ആ പാർട്ടിക്കുള്ളിൽ ഇതുവരെ കണ്ടിട്ടില്ലാത്ത രീതിയിലുള്ള അസാധാരണമായ പ്രതിസന്ധിയൊക്കെ നിലനിൽക്കുന്ന ഒരു സാഹചര്യമാണ്. അപ്പോൾ നേതൃത്വത്തിനോട് അസ്വാരസ്യമുണ്ടെങ്കിലും മറ്റൊരു പാർട്ടിയിലേക്ക് പോകില്ല എന്ന വെളിപ്പെടുത്തൽ വരുന്നത് ആരുടെ ഭാഗത്തു നിന്നാണെന്ന് ചോദിച്ചാൽ അത് പത്മകുമാറിന്റെ ഭാഗത്തു നിന്നാണ്. ഇപ്പോൾ ഈ സമ്മേളനം ഈ സെക്രട്ടേറിയറ്റിലേക്ക് പ്രതീക്ഷിച്ചിരുന്നു, പക്ഷെ നടന്നില്ല. വീണ ജോർജിന് അവസരം കിട്ടി, തനിക്ക് അവസരം കിട്ടിയില്ല എന്നൊക്കെ പറഞ്ഞ് ആദ്യം ഫേസ്ബുക്ക് പോസ്റ്റ് ഇടുന്നു, പിന്നീട് ഫേസ്ബുക്ക് പോസ്റ്റ് പിൻവലിക്കുന്നു. പക്ഷേ തന്റെ നിലപാടിൽ മയപ്പെടാൻ പത്മകുമാർ തയ്യാറായിട്ടില്ല. BJP നേതാക്കൾ അദ്ദേഹത്തിന്റെ വീട് സന്ദർശിച്ചിരുന്നു. ഈ വീട് സന്ദർശിച്ച് മടങ്ങിയപ്പോഴും SDPIയിൽ ചേർന്നാൽ പോലും BJPയിൽ ചേരില്ല എന്നാണ് പത്മകുമാർ നിലപാടെടുത്തത്. അദ്ദേഹത്തിന്റെ വാക്കുകളിലേക്ക് ആദ്യം. ഞാൻ ഇടുന്ന പ്രശ്നമില്ല. CPM ആണെങ്കിൽ CPI ചേർന്നാലും BJP ചേരില്ല. ഞാൻ CPM ഇടുന്ന പ്രശ്നമില്ല. ഞാൻ CPI പ്രവർത്തകനാണ്. SDPI അത് ചേർന്നാലും BJP ചേരില്ല എന്നോട് പറഞ്ഞിട്ടുണ്ടെന്നും പറഞ്ഞു. ഓക്കെ, അപ്പോൾ വിവരങ്ങളുമായി ശ്രീരാജ് ഉണ്ട് നമുക്കിപ്പം. ശ്രീരാജ്, ഗുഡ് മോർണിംഗ്. അസാധാരണമായ നീക്കമൊക്കെ ഇന്നലെ പത്തനംതിട്ട CPM-ൽ നടന്നിരുന്നു. ഈ പത്മകുമാറിനെ വീട്ടിലെത്തി ജില്ലാ സെക്രട്ടറി കാണുന്നതൊക്കെ നമ്മൾ കണ്ടതാണ്. അതിന് തൊട്ട് പിന്നാലെയാണ് BJP നേതാക്കളുടെ സന്ദർശനം. പക്ഷേ അദ്ദേഹത്തിന്റെ വാക്കുകൾ പാർട്ടിയെ സംബന്ധിച്ച് സ്വാഗതാർഹമാണ്. കാരണം SDPIയിൽ പോയാൽ പോലും BJPയിൽ ചേരില്ല എന്നുള്ള വാക്കുകൾ. നാളെ ഇപ്പോൾ സംസ്ഥാന ജില്ലാ കമ്മിറ്റി യോഗമൊക്കെ ചേരുന്നുണ്ട്. പത്മകുമാർ നിലവിലെ നിലപാടിൽ നിന്നും പിന്നോട്ട് പോകാനുള്ള സാധ്യതയുണ്ടോ? ഒരു നടപടിക്കുള്ള സാധ്യത നിലനിൽക്കുന്നുണ്ടോ? എന്താണ് നിലവിലെ പത്മകുമാറിന്റെ സ്റ്റാൻഡ് ഈ വിഷയവുമായി ബന്ധപ്പെട്ട്? ഗുഡ് മോർണിംഗ് സേതു. ഇന്നലെ തന്നെ പത്മകുമാർ നമ്മളോട് വ്യക്തമാക്കിയിരുന്നു താൻ BJPയിലേക്കില്ല. അത് അതിരൂക്ഷമായി ശക്തമായ ഭാഷയിൽ SDPIയിലേക്ക് പോയാലും താൻ BJPയിലേക്ക് പോകുന്ന പ്രശ്നമില്ല എന്ന് ജില്ലാ പ്രസിഡന്റ് സൂരജിനെ അറിയിച്ചിട്ടുണ്ട് എന്നായിരുന്നു പത്മകുമാർ പറഞ്ഞത്. പത്മകുമാറും പാർട്ടിയുമായുള്ള പരസ്യ പ്രതിഷേധത്തിൻ്റെ അതിനൊടുവിൽ BJP ജില്ലാ പ്രസിഡന്റിൻ്റെ നേതൃത്വത്തിൽ ഇന്നലെ BJP നേതാക്കൾ പത്മകുമാറിൻ്റെ വീട്ടിലെത്തിയിരുന്നു. ഒരു സൗഹൃദ സംഭാഷണം എന്ന നിലയ്ക്കായിരുന്നു ജില്ലാ പ്രസിഡന്റിന്റെ നേതൃത്വത്തിൽ BJP പ്രവർത്തകർ വീട്ടിലെത്തിയത്. എന്നാൽ അതിന് പിന്നാലെയാണ് നമ്മളോട് SDPIയിലേക്ക് പോയാലും BJPയിലേക്ക് പോകുന്ന പ്രശ്നമില്ല എന്ന ശക്തമായ മറുപടി പത്മകുമാർ നൽകിയത്. എന്തായാലും നാളെ ജില്ലാ കമ്മിറ്റി യോഗം ചേരുന്നുണ്ട്. സ്വാഭാവികമായും പത്മകുമാറിന്റെ പരസ്യ പ്രതിഷേധമടക്കം ജില്ലാ കമ്മിറ്റി യോഗത്തിൽ ചർച്ചയാകും. ജില്ലാ കമ്മിറ്റി യോഗത്തിൽ പങ്കെടുക്കാനുള്ള സാധ്യതയാണ് നിലവിൽ കാണുന്നത്. ഇന്നലെ രാജു അബ്രഹാം ജില്ലാ സെക്രട്ടറി പത്മകുമാറിന്റെ വീട്ടിലെത്തിയപ്പോഴും അദ്ദേഹത്തിന് പങ്കെടുക്കാനുള്ള അവസരമുണ്ട്, അദ്ദേഹത്തിന് അവധിയെടുക്കാനുള്ള അവസരമുണ്ട്. എല്ലാ രീതിയിലും അദ്ദേഹത്തിന് തീരുമാനമെടുക്കാനുള്ള സാധ്യത മുന്നിലുണ്ട് എന്നെല്ലാം പറഞ്ഞിരുന്നു. എന്തായാലും നിലവിൽ അദ്ദേഹം പത്മകുമാർ ജില്ലാ കമ്മിറ്റി യോഗത്തിൽ പങ്കെടുക്കാൻ തന്നെയാണ് സാധ്യത. ജില്ലാ കമ്മിറ്റി യോഗത്തിൽ പത്മകുമാറിന്റെ പരസ്യ പ്രതിഷേധം സ്വാഭാവികമായും ചർച്ച ചെയ്യും. എന്തായാലും പരസ്യ പ്രതിഷേധത്തിനൊടുവിൽ അല്ലെങ്കിൽ ആ ഒരു സാഹചര്യം മുതലെടുത്തുകൊണ്ട് BJP പാളയത്തിലേക്ക് എത്തിക്കാനുള്ള ശ്രമം BJP ജില്ലാ നേതൃത്വത്തിന്റെ ഭാഗത്തു നിന്നും ഉണ്ടായി. സംസ്ഥാന നേതൃത്വത്തിന്റെ നിർദ്ദേശപ്രകാരവും അവരുടെ നിർദ്ദേശത്തിനെ തുടർന്നാണ് അത്തരത്തിലൊരു സന്ദർശനം നടത്തിയത് എന്നാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. എന്തായാലും ആ നീക്കം പൊളിഞ്ഞിരിക്കുകയാണ്. പത്മകുമാർ അത് തുറന്നടിച്ച് പറഞ്ഞിരിക്കുന്നു, BJPയിലേക്കില്ല. അത് ശക്തമായി പറയുന്നതിന് വേണ്ടി അദ്ദേഹം പറഞ്ഞത് SDPIയിലേക്ക് പോയാലും BJPയിലേക്ക് പോകുന്ന പ്രശ്നമില്ല എന്നായിരുന്നു അദ്ദേഹം പറഞ്ഞത്. താൻ 52 വർഷമായി CPIM-ന്റെ പ്രവർത്തകനാണ്. അന്നും ഇന്നും എന്നും CPIM പ്രവർത്തകനായിരിക്കുമെന്നും പത്മകുമാർ പറഞ്ഞു. എന്നാൽ ഇന്ന് രാവിലെ മാധ്യമങ്ങളോട് പ്രതികരിക്കാൻ അദ്ദേഹം തയ്യാറായിട്ടില്ല. നാളെ ജില്ലാ കമ്മിറ്റി യോഗത്തിന് ശേഷം. ശ്രീരാജ്, വ്യക്തമാണ്, നല്ല രീതിയിൽ അവസാനിച്ചു എന്ന് കരുതിയ ഒരു സമ്മേളനത്തിനു ശേഷമാണ് ഇപ്പോൾ പിന്നീട് നമ്മൾ ഈ കുറച്ച് കല്ലുകടികളൊക്കെ കാണുന്നത്. വരും ദിവസങ്ങളിൽ തന്നെ അതൊക്കെ പരിഹരിച്ച നേതൃത്വം മുന്നോട്ട് പോകുമെന്നൊക്കെ പ്രതീക്ഷിക്കാം. അപ്പോൾ